ഹലോ, വെൽക്കം ടു സിംപ്ലി ബ്യൂട്ടിഫുൾ വ്ളോഗ്സ്. മുടി കൊഴിച്ചിൽ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ? ഇതിനൊരു പരിഹാരമായി കുറേ ആയില്ലേ നടക്കുന്നു. നിങ്ങൾ ഇന്ന് എത്തിപ്പെട്ടത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. ഈയിടെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ റോസ്മേരി വാട്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ സ്വന്തം റോസ്മേരി. റോസ്മേരി മാർക്കറ്റിൽ ഇപ്പോൾ വളരെയധികം അവൈലബിൾ ആണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ റോസ്മേരി വേണോ മേടിക്കാം. ഞാനിവിടെ ബേക്കേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റോസ്മേരിയാണ് മേടിച്ചേക്കുന്നത്. എനിക്ക് 99 രൂപയ്ക്ക് 25 ഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 തവണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തന്നെ ധാരാളമാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ റോസ്മേരി സോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ഏകദേശം ഒരു ബൗളിൽ 2.5 ടേബിൾ സ്പൂണോളം റോസ്മേരിയാണ് സോക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഞാനൊരു 1.5 സ്പ്രേ ബോട്ടിലിൻ്റെ അളവാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂൺ റോസ്മേരിയിലോട്ട് 1 കപ്പ് നിറയെ വെള്ളം. ഈ വെള്ളത്തിലാണ് നമ്മൾ ഇനി റോസ്മേരിയെ ഓവർനൈറ്റ് രാത്രി മുഴുവൻ സോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടപ്പ് വെച്ച് അടച്ച് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക രാത്രി മുഴുവനും. അടുത്ത ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും റോസ്മേരിയുടെ കളറൊക്കെ ആ വെള്ളത്തിൽ നല്ലപോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി വാട്ടറിൻ്റെ കളറ്. ഇനി അതിലേക്ക് നമ്മൾ ഇന്നലെ എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി ഇതിനെ ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഹീറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഇത് മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ആ ഒഴിച്ച് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഹീറ്റ് ചെയ്ത് ഈ ഒരു 2 കപ്പ് വെള്ളം എന്നുള്ളത് 1 കപ്പ് ആകുന്ന വരെ നിങ്ങൾ നന്നായിട്ട് ഇതിനെ ഹീറ്റ് ചെയ്യണം. അപ്പം അതിൽ ആ റോസ്മേരിയിലെ എസൻസ് മുഴുവൻ ആ വെള്ളത്തിലിറങ്ങും. സോ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ റോസ്മേരി വാട്ടർ ഇവിടെ റെഡ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം. നിങ്ങൾക്ക് എൻ്റെ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ റോസ്മേരിയുടെ എസൻസ് മുഴുവൻ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിനെ സ്പ്രേ ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് ഇനി നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തണുത്ത റോസ്മേരി വാട്ടറിനെ ഒഴിച്ച് ഫില്ല് ചെയ്ത് വയ്ക്കുക. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നെ എൻ്റെ അമ്മയമ്മ കേട്ടോ. അമ്മ തന്നെത്താനെ പ്രിപ്പയർ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാനിത് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് സൂപ്പർ ലൈറ്റാണ്. നിങ്ങൾക്ക് സ്റ്റിക്കിനെസ് ഒന്നും വരത്തില്ല. കുളിച്ചതിന് ശേഷമോ കുളിക്കുന്നതിന് മുന്നെയോ ഇനി കുളിക്കാത്ത ദിവസങ്ങളിലാണെങ്കിൽ പോലും ഹെയറിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ തന്നെത്താനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഹിയർ ഇസ് ഇറ്റ്.